നമസ്കാരം. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് അമ്മ അമ്മായിയമ്മയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വിവാഹ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങുമ്പോൾ തന്നെ ഒരു പെൺകുട്ടിയുടെ മനസ്സിൽ മുളപൊട്ടുന്ന ഒരു വലിയ ഭയമാണ് അവളുടെ ഭാവി അമ്മായിയമ്മ. വിവാഹം കഴിച്ച് ചെന്ന് കയറുമ്പോ ഈ ഒരു ഭയം ഉള്ളിലുള്ളതുകൊണ്ട് നന്നായി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ പോലും അവൾക്ക് പലപ്പോഴും നന്നായി ചെയ്യാൻ കഴിയുകയില്ല. അമ്മായിയമ്മ അല്പം ഒന്ന് കയർത്താലോ, അവിടെ കഴിഞ്ഞു. അതുകൊണ്ട് ആത്മവിശ്വാസത്തോടുകൂടി ജീവിതത്തെ നേരിടാൻ മരുമക്കൾക്കും അവരെ സ്വന്തം മക്കളായി തന്നെ കരുതാൻ അമ്മായിയമ്മമാർക്കും കരുതട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് ആരംഭിക്കാം നമ്മുടെ സ്വന്തം ബ്യൂട്ടി മാർക്ക് ഗോൾഡ് അമ്മ അമ്മായിയമ്മ. നമുക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയപ്പെട്ട അമ്മ സുകുമാരിയമ്മ, മല്ലിക മാം ആൻഡ് ഡോക്ടർ ലതാ ദാസ്. ഗോസിപ്പ് കോർണറിൽ നിറയെ വിശേഷങ്ങളുമായി നമ്മുടെ മുന്നിലേക്ക് വരുന്നു മറ്റാരുമല്ല ഫാത്തിമ സുൽഫിയ ആൻഡ് നിമിഷ. എന്താ നീ കാര്യമായിട്ട് ഇന്ന് പഠിക്കുന്നേ? ഞാനേ ഇപ്പൊ അക്കൗണ്ടിങ് പഠിക്കുക. പിന്നെ നാലും കൂട്ടാൻ അറിയാത്ത നീയാണ് അക്കൗണ്ടിങ് പഠിക്കുന്നത്. അല്ല, കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഇത്രയല്ലേ, എന്നിട്ട് ഇതുവരെ നിന്റെ കുട്ടികളി ഒന്നും മാറിയില്ല അല്ലെ? ഞാൻ ഇപ്പോഴും ചെറുപ്പല്ലേ. കണ്ടാലും മതി, 15 വർഷത്തിന് മുമ്പ് നീ ചെറുപ്പാ. ഞാൻ എപ്പോഴും ചെറുപ്പാ. നിനക്കെന്താ എത്ര അസൂയായില്? അയ്യേ, എനിക്കെന്തോ സൂയ. പിന്നെ നമ്മുടെ ഫ്ലാറ്റില്ലേ, അതിന് മുമ്പിൽ പെട്ടിക്കട നിനക്കറിയില്ലേ, ശാന്ത ചേച്ചീന്റെ? അവിടെ അസൂയ വാങ്ങിക്കാൻ കിട്ടുമോ? അവിടെ അസൂയ മേടിക്കാൻ കിട്ടില്ല. പക്ഷെ നീ 1 മണിക്കൂർ അവിടെ ഒന്ന് പോയിരുന്നു നോക്കണം, അപ്പൊ അറിയാം ഈ നാട്ടിലുള്ള എല്ലാ ഗോസിപ്പുകളുടെയും കേന്ദ്രം. ഓ, പിന്നെ എനിക്ക് ഈ നുണ പറയണമെന്ന് കേൾക്കുന്നൊന്നും അത്ര താല്പര്യമില്ല. ഒരു പുണ്യാളത്തി. എന്റെ വീട്ടില് 5 പൈസ എവിടെയും വെക്കാൻ പറ്റില്ല, അത് അടിച്ചു മാറ്റും. എന്റെ അവിടെ കള്ളന്മാരുണ്ടോ? അതൊന്നുമല്ല, കള്ളന്മാരുണ്ടെങ്കിൽ സഹിക്കായിരുന്നു. എന്റെ അമ്മായിയമ്മ. എന്നിട്ട് നമ്മളത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പറയും ഞാൻ താഴെ നിന്ന് കണ്ടപ്പോ എടുത്തു വെച്ചതാ. നോണ നഖത്തിനുള്ളിൽ കൂടി നോണ പറയും ഇവര്. അല്ല, നീ നഖത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ ഓർത്തത്, എനിക്ക് പണ്ടേ സോപ്പ് ഒന്നിട്ട് അലക്കുന്നത്, സോപ്പ് അലർജി അലക്കുന്നത് നിനക്ക് അറിയാലോ. അങ്ങനെ ഉണ്ടാക്കി എന്റെ അച്ഛനും അമ്മയ്ക്കും, ഞാനൊരു മോളാണല്ലോ. അപ്പൊ ഒരു പ്രാവശ്യം എന്റെ പപ്പയും മമ്മിയും ബാംഗ്ലൂരിൽ നിന്ന് വന്നപ്പോഴേ എനിക്കൊരു 35 ആയിട്ടുണ്ടോ, 30,000 സംതിങ്. അപ്പൊ വാഷിംഗ് മെഷീൻ വാങ്ങിക്കൊണ്ട് തന്നു. അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ, എന്റെ മമ്മിയും പപ്പയും അങ്ങ് പോയപ്പോണ്ടല്ലോ, അതാ നന്ദിലത്തുനിന്ന് 2-3 ചെക്കന്മാരും ഇങ്ങോട്ട് വരുന്നത്. അപ്പോഴേക്ക് കേട് വന്നു. അത് കേട് വന്നിട്ടല്ല, അവരിത് എടുത്തുകൊണ്ട് പോകാൻ വന്നതാ. അതെന്തിനാ? എനിക്കറിയോ. ഞാൻ അമ്മേന്റെ അടുത്ത് വെച്ചു, അല്ല അമ്മേ ഇതെന്തിനാ അവരെടുത്തിട്ട് വന്നേന്ന്. അപ്പൊ അമ്മ പറയും കറണ്ട് ബില്ല്. എന്താ കറണ്ട് ബില്ല്? സേവിങ്സ്. എവിടെ സേവിങ്സ്? എന്നിട്ട് അമ്മ എന്റെ അടുത്തൊരു ഡയലോഗും, ഈ പൈസ ബാങ്കിലെങ്ങാനും ഇട്ട പലിശയെങ്കിലും കിട്ടും. നല്ലതല്ലേ? എന്റെ അമ്മ ഇങ്ങനെയൊന്നുമല്ല, ഭയങ്കര ലാവിഷാ. ഞാനൊരു ദിവസം അവര് കാണാതെ അവര് ഷെൽഫ് അങ്ങ് തുറന്നു വെച്ചു. മോശമല്ലേ? പണം ഇരിക്കുക, ഒരു കെട്ട് പണം ഇരിക്കുക. അവരത് കാണുകയും ചെയ്തു. അപ്പൊ എന്നോട് പറയാ, ഞാൻ നിന്റെ പൈസ എല്ലാം വാങ്ങിച്ചിട്ട് എല്ലാം സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഞാൻ ചോദിച്ചേ എന്തിനതെല്ലാം സ്വരൂപിച്ച് വെച്ചിരിക്കുന്നത്, എന്താ അതുകൊണ്ട് കാര്യം? എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇരട്ടിയാവോ? അപ്പൊ അവര് പറഞ്ഞു, ശരി നമുക്കൊരു കാര്യം ചെയ്യാൻ മോളെ, നമുക്ക് ആ കുഞ്ഞു ടി വി അല്ലേ നമ്മുടെ അടുത്ത്, അപ്പൊ നമുക്ക് LCD വാങ്ങിക്കാന്ന് പറഞ്ഞു. അപ്പൊ നിന്റെ വീട്ടിൽ ഇതുവരെ LCD ഒന്നും ഇല്ലേ? LCD ഒക്കെ ഉണ്ടായിരുന്നു, അതിൽ ചെറിയൊരു കംപ്ലൈന്റ്. അപ്പൊ പിന്നെ പുതിയത് വാങ്ങിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ LCD വാങ്ങിക്കാൻ പോയി. എന്നെയും കൂട്ടിട്ട് തന്നെയാ പോയേ. എന്നിട്ട് കടയിൽ പോയിട്ട് എന്നോട് പറഞ്ഞു ഇഷ്ടമുള്ളത് എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 55 ഇഞ്ചിന്റെ വലിയ LCD വാങ്ങിച്ചു. അതിന് എത്രയായി അതിന്? അതിന് വന്നിട്ട് ഒരു 1 ലക്ഷം ഒക്കെ ആയുള്ളൂ. എന്നിട്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ 2 ആളും കൂടി തന്നെയാ കൊണ്ടുവന്നപ്പോഴല്ലേ അവരെന്ത് ചെയ്തു അറിയോ? അവർ റൂമിൽ കൊണ്ടുപോയി ഫിറ്റ് ചെയ്തു. പിന്നെ അവർക്ക് ഊണവും ഇല്ല, ഉറക്കവും ഇല്ല, ഒന്നുമില്ല. 24 മണിക്കൂർ അതിന്റെ ഉള്ളിൽ തന്നെയാ. പിന്നെ അതുകൊണ്ടൊരു കാര്യമുണ്ട്, അവരെ കൊണ്ടുള്ള ശല്യം ഒഴിഞ്ഞു. നല്ല കാര്യമാണല്ലോ. പിന്നെ നല്ല കാര്യമല്ലാതെ പിന്നെ അത് പറഞ്ഞപ്പോ എന്റെ അമ്മയുമേ എന്റെ വീട്ടിൽ നിന്ന് എന്റെ പപ്പയും മമ്മിയും, ഞാൻ ഒറ്റ മോളാണല്ലോ, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണാൻ ബാംഗ്ലൂരിൽ നിന്ന് വരും. അപ്പൊ പറഞ്ഞു ബാംഗ്ലൂരിൽ നിന്ന് വരും. അപ്പൊ ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോ ഉണ്ടല്ലോ, എന്റെ അമ്മായിമ്മക്ക് എന്താ അവരുടെ അടുത്തൊരു സ്നേഹം എന്നറിയോ? വരൂ, ഇരിക്കൂ, പിന്നെ ചായ കൊടുക്കുന്നു, വെള്ളം കൊടുക്കുന്നു, പിന്നെ മാർക്കറ്റിലേക്ക് കൊടുക്കുന്നു, ചിക്കൻ വാങ്ങുന്നു, പായസം കൊടുക്കുന്നു. നല്ല അമ്മായിമ്മ വേണോ? എവിടെ എല്ലാം തട്ടിപ്പല്ലേ. പിന്നെന്താ പറയട്ടെ, ഇവര് എന്നിട്ട് വിചാരിക്കും, എന്റെ മോൾ ഇത്രയും നല്ല നിലയിലൊക്കെ എത്തിയ ഭാഗ്യം എന്നൊക്കെ വിചാരിക്കും. അവർക്ക് ഭയങ്കര സന്തോഷമാവുമല്ലോ. പക്ഷെ വേറൊരു കണ്ട അമ്മായിമ്മ എന്താ നോക്കാന്നറിയും? അവരിങ്ങോട്ട് കേറി വരുമ്പോ കയ്യിൽ എന്താ ഉള്ളത്? പിന്നെ
ഇനി എന്റെ അമ്മായിമ്മന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ അവർക്ക് നമ്മൾ പുറത്ത് പോയി നമുക്ക് അറിയാലോ നിനക്ക്, ഞാൻ ഭയങ്കര ആക്റ്റീവ് ആണല്ലോ. സോ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ പുറത്തെല്ലാം പോകും. ആരുടെയും വേണ്ടി അവർക്ക് ഭയങ്കര സംശയമാണെന്നേ. എന്റെ ഭംഗിയുള്ളവരാരും ഒരു കുടുംബത്തിലില്ല. അത് പറഞ്ഞപ്പോ ഞാൻ ഓർത്തത്, ഞങ്ങളുണ്ടല്ലോ ശനിയാഴ്ച ദിവസമൊക്കെ ആകുമ്പോഴേ അമ്മ രാത്രിക്ക് ഞാൻ ഫുഡൊക്കെ കഴിച്ച് കിടക്കാൻ പോകുമ്പോ എന്റെ അടുത്ത് വരും. അത് ശനിയാഴ്ച മാത്രം വരുന്നത് കാര്യണ്ട്. എന്താന്നറിയോ, എന്റെ അടുത്ത് വന്നിട്ട് എന്നോട് ചോദിക്കും, നിമിഷ മോളെ എന്നൊക്കെ വിളിക്കും. മോളെ എന്തൊക്കെയുണ്ട് വിശേഷം, ഏട്ടൻ വിളിച്ചോ എന്നൊക്കെ ചോദിക്കും. എന്നിട്ട് കുറച്ചന്ന് അടുത്തൊക്കെ ഇരുന്ന് ഒരു ഡയലോഗാണ്. നാളെ ഞായറാഴ്ചയല്ലേ, നമുക്ക് രാവിലെ കൃഷ്ണന്റെ അമ്പലത്തിൽ പോവാം, ദേവി ക്ഷേത്രത്തിൽ പോവാം, ഉച്ചയ്ക്ക് അച്ഛന്റെ തറവാട്ടിൽ പോവാം. എവിടെ നേരവളക്ക് വെക്കുന്ന ഞാൻ കയറി വന്നതിന് ശേഷം, ഞാനില്ലെങ്കിൽ അത് വെക്കോ ഇല്ല. അതാ ഭക്ത. എന്നിട്ട് എന്താക്കും, ഞങ്ങള് ഞായറാഴ്ച പോവാം. പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം പുറത്തുനിന്ന് കഴിക്കാം. രാത്രി വൈകുന്നേരം ആകുമ്പോ ഒരു 6 മണിയാകുമ്പോ ഒരു ഷോ കാണും, സിനിമ. അത് കോഴിക്കോട് പോയി കാണാം. അത് കഴിഞ്ഞിട്ട് രാത്രിക്കുള്ള ഫുഡ് പുറത്തുനിന്ന് മേടിക്കാം, അച്ഛനുള്ളത് പാർസൽ മേടിക്കാം പറയും. അങ്ങനെ എന്താക്കും, ഞായറാഴ്ച രാവിലെ ഞാൻ അണിഞ്ഞൊരുങ്ങി പോകും. അങ്ങനെ ഞങ്ങൾ രണ്ടാളും ഇറങ്ങി ഇവിടുന്ന് അവിടെ എത്തുമ്പോഴത്തേനും തുടങ്ങും അയൽവക്കക്കാരോട്, എന്റെ മകളെ സാരി കണ്ടോ, എന്റെ മകളുടെ മാല കണ്ടോ, ഭയങ്കര ആകെ ഒരു മോന്റെ ഭാര്യയല്ലേ, അവര് പിന്നെ പറഞ്ഞോളൂ, നിനക്ക് അതിനെന്താ കുഴപ്പം, നല്ലതല്ലേ പറയുന്നേ. അണ്ടിയോട് എടുക്കുമ്പോ അല്ലേ മാങ്ങേന്റെ പുളിപ്പറിയൂ. എന്തോ മാങ്ങയോട് എടുക്കുമ്പോഴല്ലേ അണ്ടിയുടെ പുളിപ്പറിയൂ. അങ്ങനെ പറയാ. ഞാൻ ബാക്കി കംപ്ലീറ്റ് ചെയ്യട്ടെ. ഇങ്ങനെ പറയല്ലേ, ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ, നീ ഇങ്ങനെ തിരക്കൂട്ടുന്നേ. എന്നിട്ട് എന്താണെന്നറിയോ, അമ്മ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് അവസാനം അവരൊന്നും പറയില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ നേരത്തെ ചോദിക്കും, അല്ല ചേച്ചി വെള്ളം വേണോ? അപ്പൊ എനിക്കാണെങ്കിൽ വിശന്ന് കൊടലേണ്ടിട്ടാ. ഞാൻ പറയാം ഒരു ഗ്ലാസ് കിട്ടിയാൽ മതി എന്നായിരിക്കും. അപ്പൊ അമ്മ വേണ്ട, ഞാൻ കുടിച്ചിട്ടുള്ളൂ ചായ എന്ന് പറയും. അതൊരു മര്യാദയില്ല. പിന്നെ ഒരു വീട്ടിൽ കയറി ചെന്നിട്ട് വെള്ളം വേണമെന്ന് പറയാൻ പാടും. എന്ത് മര്യാദ അവർക്ക്? പത്രാസ്. അങ്ങനെ എന്താക്കും, ഞങ്ങൾ അവിടെ നിന്ന് കുറച്ചങ്ങോട്ട് നടക്കുമ്പോ അവര് തുടങ്ങും കുറ്റം. അങ്ങനെ തുടങ്ങി ഞങ്ങൾ അടിച്ച് പിരിയും. അന്ന് പിന്നെ ഭക്ഷണവും ഇല്ല, സിനിമയും ഇല്ല, രാത്രി ഫുഡും ഇല്ല, അച്ഛന്റെ വീടും ഇല്ല, അമ്പലവും ഇല്ല, തിരിച്ചിങ്ങ് പോരും. പക്ഷെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ ഈ ഹോട്ടലൊക്കെ ഇന്നത്തെ കാലത്ത് ഹോട്ടലിലെങ്ങാനും വിശ്വസിച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? എന്താ സംഭവം? എനിക്കാണ് ഈ ഷവർമ്മ ഇഷ്ടം. ഞാൻ ആ ഷവർമ്മയൊക്കെ കഴിച്ചാൽ പിന്നെ ഒരാഴ്ച മെഡിക്കൽ കോളേജിൽ ഉണ്ടാവും. അതുകൊണ്ട് നീ നിന്റെ കുടുംബം ഒന്നും ഷവർമ്മ കഴിച്ച് ശീലമില്ലാത്തോണ്ടാ. ഞങ്ങളെ പണ്ടേ ഒക്കെ കഴിക്കുന്നോണ്ട് ഞങ്ങൾക്ക് അതൊന്നും വലിയ പ്രശ്നമല്ല. പാപ്പയ്ക്ക് സാഗർ ഹോട്ടലിലല്ലേ അതുകൊണ്ട് പറയാം. എന്താ പറയുന്നത്? ഞാൻ വേറൊരു കാര്യം പറഞ്ഞത്, പിന്നെ എന്റെ വീട്ടിലെ റൂമിലൊക്കെ AC ഉള്ളത് കൊണ്ട് ഞാനും അഡ്ജസ്റ്റ് ചെയ്യും. കോഴി കെട്ടി തൂക്കിയാലും കാറ്റ് കിട്ടും. മനസ്സിലായി. പിന്നെ നിന്റെ അമ്മായിപ്പനെ പറഞ്ഞില്ലേ, എന്റെ അമ്മായിപ്പൻ പാവാണ് കേട്ടോ. ആളൊരു പഞ്ച പാവാണേ. പക്ഷെ നമ്മുടെ കെട്ടിയവനുണ്ട്. ഉമ്മ പറയണ ഇപ്പൊ രാത്രിയാണ് പറഞ്ഞ രാത്രി, ഇപ്പൊ പകലാണെന്ന് പറഞ്ഞ പകല്. അവന് സ്വന്തമായിട്ട് തീരുമാനമല്ലേ? ഒറ്റ മോനല്ലേ, ഭയങ്കര ഇതാണെന്നേ. അവര് പറഞ്ഞതേ അനുസരിക്കുള്ളൂ, വേറൊന്നും കേൾക്കത്തില്ല. അത് പറയണ്ട. പിന്നെ എനിക്ക് പണ്ട് ഈ പരദൂഷണവും ഗോസിപ്പ് പറയുന്നതൊന്നും വലിയ താല്പര്യമില്ല. എന്റെ അച്ഛനും അമ്മയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മതി. അപ്പൊ ഞാനേ പോട്ടെ, നമ്മൾ തമ്മിലപ്പം കണ്ടിട്ടുമില്ല. നമുക്ക് മിണ്ടല്ലേ, എനിക്ക് എക്സാം അടുത്ത ആഴ്ച. പിന്നെ അപ്പൊ നമ്മളൊന്നും കണ്ടിട്ടുമില്ല, ഒന്നും കേട്ടിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല. ഞാൻ പോട്ടെ, രാവിലെ തന്നെ ഉറങ്ങിക്കോളൂ. അവള് കൊടുത്തിട്ട് പരദൂഷണം. ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാര്? അന്ന് അപ്പ പരദൂഷണം തുടങ്ങിക്കോളൂ. രണ്ടാളും കൂടി എന്തൊക്കെയാ ഈ ഷോ തുടങ്ങുന്നതിന് മുന്നായിട്ട് പറഞ്ഞത്? അമ്മയ്ക്ക് ടെൻഷൻ ആവേണ്ട ഒരു കാര്യവും ഇല്ല. എന്നിട്ടിപ്പോ നമുക്ക് എന്തായാലും ജഡ്ജസിന്റെ കമന്റ്സിലേക്ക് പോവാം. സുകുമാരിയമ്മ പറയുമ്പോ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറഞ്ഞാൽ നന്നായിരിക്കും. കുട്ടികളല്ലേ, ഇപ്പൊ ഓരോ പ്രാവശ്യവും നമ്മളിത് പറഞ്ഞുകൊണ്ടിരുന്നാൽ നന്നായിരിക്കില്ല. ഇത് ഒരു കോമ്പറ്റീഷൻ അല്ലേ നിങ്ങൾ വന്നിരിക്കുന്നത്. അപ്പൊ കുറച്ചുകൂടെ ബോൾഡായിട്ട് പറയണം. എന്തെങ്കിലും നല്ല കാര്യങ്ങൾ, നല്ല ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് പറഞ്ഞാൽ നന്നായിരിക്കും അല്ലേ? അത് ഇനി അടുത്ത പ്രാവശ്യമെങ്കിലും നിങ്ങൾ പറയുമ്പോൾ കുറച്ചുകൂടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം പറയണം. ഓക്കെ മാം, താങ്ക് യു. അപ്പൊ നമുക്ക് മല്ലിക മാമിന്റെ അഭിപ്രായത്തിലേക്ക് പോവാം. ഫാത്തിമ, നിമിഷ, ഞാൻ കണ്ടിടത്തോളം 2 പേർക്കും സ്പീഡ് കൂടുതലാ. ഒന്നാമത് കുറച്ച് ഭാഷ, കോഴിക്കോടും പാലക്കാട്, അത് പക്ഷെ കുഴപ്പമില്ല. അത് നിങ്ങൾ പറയുമ്പോൾ ഈ ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താ അറിയുന്നത്? ഇപ്പൊ നിങ്ങളുടെ പറഞ്ഞ ഡയലോഗുകൾക്ക് കേൾവിക്കുറവ് വലുതായിട്ട് വന്നില്ല. അത്യാവശ്യം മൈക്കൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞു. പക്ഷെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ, പിന്നെ ഒരു കാര്യം ഉണ്ടല്ലോ, അപ്പൊ നമ്മളും പറയില്ല, ഇങ്ങനെ പറയുമ്പോൾ ഞങ്ങൾക്ക് കുറച്ച് സ്പീഡ് കുറയ്ക്കുക ഡയലോഗിന്. പിന്നെ എന്റെ അമ്മായിയമ്മയുണ്ടല്ലോ, എന്താന്ന് വെച്ചിട്ടാ 25,000 രൂപയുടെ എന്റെ സാരിയൊക്കെ എടുത്തോണ്ട് പോയി വെറുതെ ഉടുത്ത് നശിപ്പിക്കുകയല്ലേ എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. ഇത് എന്റെ അമ്മ 20,000 രൂപയുടെ സാരിയാണ് എടുത്തിട്ട് പിടിച്ച് ഉമ്മയുടെ കട എന്ന് പറയുമ്പോൾ ഒന്ന് നിങ്ങൾ ഇനിയും ട്രെയിൻ ചെയ്യേണ്ടത് നിങ്ങളുടെ ഡയലോഗ് ഡെലിവറിയുടെ സ്പീഡ് കുറയ്ക്കുക. അപ്പൊ കറക്റ്റ് ആവും.
പക്ഷെ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഒരു ബ്രേക്ക് ഇല്ലാതെയും ഒരു തടസ്സമില്ലാതെയും ഒരു സംശയമില്ലാതെയും തപ്പാതെയും പിടിക്കാതെയൊക്കെ പറഞ്ഞു എന്നുള്ളത് ഒരു പ്ലസ് പോയിന്റ് തന്നെയാണ്. ഡോക്ടർ കുറച്ച് പരദൂഷണമൊക്കെ പറയാൻ ഇഷ്ടമുള്ള കൂട്ടത്തിലാന്ന് തോന്നി നിമിഷ. അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല എന്നുവെച്ചാ പരദൂഷണം കേൾക്കുന്നോണ്ടും പറയുന്നോണ്ടും വിരോധമില്ല. അഡ്ജസ്റ്റ് ചെയ്യാനും തയ്യാറാണ്. രണ്ടുപേരും പറഞ്ഞു എനിക്ക് പരദൂഷണം പറയാനും കേൾക്കാനും ഒന്നും താല്പര്യമില്ല എന്ന്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. അതങ്ങനെയല്ലേ പറയൂ. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. എന്നെ പറയൂ, ഞങ്ങൾക്ക് വലിയ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞു. ശരി, ആയിക്കോട്ടെ. എന്താണ് ഈ അമ്മമാർക്ക് പറയൂ, ഈ പറയുന്നത് സത്യമാണെന്ന് അങ്ങോട്ട് ചോദിക്കും. ദേവിയമ്മ, പരദൂഷണം ഒട്ടും പറയാത്ത മോളാണോ നിമിഷ? കുറച്ച് കുറഞ്ഞു കുറഞ്ഞു പോയി. അല്ല, സാധാരണ പരദൂഷണം കേൾക്കാൻ താല്പര്യമുണ്ടോ അതോ? കുറച്ചൊക്കെ ഉണ്ട്. കുറച്ചൊക്കെ ഉണ്ട്. സത്യമായിട്ട് തന്നെ വരുള്ളൂ. എന്ത് പറയുന്നു താജ് അക്ബർ? പരദൂഷണമൊന്നും ഇഷ്ടമല്ല. ഇഷ്ടമല്ല. പിന്നെ ഉമ്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലേ അതൊന്നും പറയാൻ പാടില്ല, കേൾക്കാൻ പാടില്ല എന്നൊക്കെ അന്ന് പറഞ്ഞല്ലോ. എന്നോട് എപ്പോഴും പറയാറുണ്ട്. അത് എനിക്ക് ഓർമ്മയുണ്ട് പറഞ്ഞത്. ഇനി അഭിനയമായിട്ട് തന്നെ ഇരിക്കട്ടെ അല്ലേ? നമുക്ക് മാർക്സ് അറിയാം. സുമാരിയമ്മ, ഔട്ട് ഓഫ് 40 ഈച്ച് 20. അവർക്ക് 20. മല്ലിക മാം? രണ്ടുപേർക്കും 25-25. താങ്ക് യു മാം. 45 ആയിട്ടുണ്ട് ഇപ്പൊ തന്നെ. ലത മാം? 12. താങ്ക് യു മാം. അപ്പോ രണ്ടുപേർക്കും ഗോസിപ്പ് കോർണറിൽ 57 മാർക്ക് വീതമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് ജഡ്ജസ് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല ഓർമ്മയുണ്ടല്ലോ. ഓൾ ദി ബെസ്റ്റ്. അടുത്ത റൗണ്ടിൽ വീണ്ടും കാണാം. താങ്ക് യു. ഓക്കെ.